കാസർഗോഡ് 15 വയസ്സുകാരിയെയും 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം സംബന്ധിച്ച് പോലീസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പെൺകുട്ടിയെ കാണാതായെന്ന പരാതിയിൽ പോക്സോ കേസ് എന്ന ദിശയിൽ അന്വേഷണം നടത്തണമായിരുന്നുവെന്നും കോടതി. പോലീസിനെ വിമർശിച്ചിട്ടില്ല എന്നും ഹൈക്കോടതി. കാസർഗോഡ് 15 വയസ്സുകാരിയെയും 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രേഖാമൂലം അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാനാണ് ഹൈക്കോടതി പോലീസിന് നൽകിയ നിർദ്ദേശം. രാവിലെ പോലീസിനോടായി ചോദിച്ച ചോദ്യങ്ങളിൽ വിമർശന സ്വരമില്ലെന്ന് ഉച്ചയ്ക്ക് ശേഷം വിഷയം പരിഗണിച്ച വേളയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞു. മരിച്ച കുട്ടിയുടെ കുടുംബത്തിനു വേണ്ടിയാണ് സംസാരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായിക്കൊണ്ട് സമർപ്പിച്ച കേസ് ഡയറി പരിശോധിച്ചപ്പോൾ അന്വേഷണം നടന്നുവെന്ന് മനസ്സിലാകുന്നുണ്ട്. കേസ് ഡയറിയിൽ മോശമായതൊന്നും കണ്ടില്ല. എന്നാൽ പോക്സോ കേസ് എന്ന ദിശയിൽ അന്വേഷണം നടത്തണമായിരുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണോ എന്നതിലാണ് ആശങ്കയുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയ ഡിവിഷൻ ബെഞ്ച് കുട്ടിയുടെ അമ്മ നേരത്തെ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് എന്തായിരുന്നു ബുദ്ധിമുട്ടെന്നും പോലീസ് നായയെ കൊണ്ട് തെരച്ചിൽ നടത്തുന്നതിന് കാലതാമസമുണ്ടായത് എന്തുകൊണ്ടാണെന്നും രാവിലെ ഹർജി പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞിരുന്നു. പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും സ്ത്രീകളെയും കുട്ടികളെയും കാണാതായെന്ന പരാതി ലഭിച്ചാൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞു. മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പമാണ് കോടതിയെന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് സംഭവത്തിൽ അതീവ ദുഃഖവും പ്രകടിപ്പിച്ചു. ജനം, കൊച്ചി.